ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് കേരളം കാണാൻ പോവുകയാണ്. ഡിസംബർ 3-ന് തിരുവനന്തപുരത്തെ ശംഖുമുഖം തീരത്താണ് ഈ വർഷത്തെ നാവികസേന ദിനാഘോഷത്തിന്റെ ഭാഗമായ നെയ്വൽ ഷോ. രാജ്യത്തിന്റെ അഭിമാനമായ INS പടക്കപ്പൽ അടക്കമുള്ള ആയുധ ശേഖരങ്ങളുടെ ശക്തി പ്രകടനത്തിന് തീരം സാക്ഷിയാകും. ഈ മാസം 29-നും ഡിസംബർ 1-നും റിഹേഴ്സലും ഉണ്ടാകും. ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രത്തിൽ ആദ്യമായി നാവികസേനാ ദിനം കേരളത്തിൽ നടത്തുകയാണ്. ഡിസംബർ 3-ന് തിരുവനന്തപുരത്തെ ശംഖുമുഖം തീരത്താണ് ഇക്കൊല്ലത്തെ നാവികസേനാ ദിനാഘോഷം. ലോകരാഷ്ട്രങ്ങളാകെ ഉറ്റുനോക്കുന്ന ഇന്ത്യൻ നാവികസേനയുടെ ശക്തി പ്രകടനത്തിനായി ശംഖുമുഖം തീരത്ത് ഒരുക്കങ്ങൾ തകൃതിയിൽ നടക്കുകയാണ്. We are here to showcase our operational readiness with a wide range of capabilities which will be showcased by the integrated display of ship, aircraft and submarines. ഡിസംബർ 4-നാണ് ഇന്ത്യൻ നാവികസേനാ ദിനം. പക്ഷേ ഇത്തവണ ഡിസംബർ 3-ന് നടത്തുന്നത് നാവികസേനാ ദിനത്തിൽ രാഷ്ട്രപതിക്ക് പങ്കെടുക്കുന്നതിനുള്ള സൗകര്യാർത്ഥമാണ്. ഡിസംബർ 4-നൊരു പ്രത്യേകതയുണ്ട്. ഓപ്പറേഷൻ ട്രിഡന്റ്, അതായത് 1971-ൽ ബംഗ്ലാദേശ് വിഭജനത്തിൻ്റെ ഭാഗമായി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നപ്പോൾ കറാച്ചി തുറമുഖം അടിച്ച് തകർത്ത് കത്തിച്ചത് ഇന്ത്യൻ നാവികസേനയുടെ ഇടപെടലും ശക്തിയുമായിരുന്നു. ആ ശക്തിയുടെ ഓർമ്മപ്പെടുത്തലാണ് ഇന്ത്യൻ നാവികസേനാ ദിനം. ഈ കാണുന്നതാണ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ. വിദൂര നിയന്ത്രിത സംവിധാനങ്ങളെല്ലാം ഉള്ള ഓഫീസാണ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ. യുദ്ധക്കപ്പലുമായും അതുപോലെ തന്നെ എയർ ട്രാഫിക് കൺട്രോളുമായും എല്ലാം നിയന്ത്രണം ഇവിടെ ഇരിക്കുന്ന നാവികസേന ഉദ്യോഗസ്ഥരാണ് നിർവഹിക്കുന്നത്. The public arrangements are safe and people will carry a memorable event. നാവികസേനാ ദിനാഘോഷത്തിൻ്റെ പ്രധാന വേദി ഞാൻ ഈ നിൽക്കുന്ന ഇതാണ്. ഇവിടെ കടലിന് അഭിമുഖമായാണ് ഈ വേദി. ഈ വേദിയിലാണ് നാവികസേന ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുന്ന ഇന്ത്യയുടെ സർവ്വസൈന്യാധിപ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഒപ്പം തന്നെ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ രാജേന്ദ്ര അർലേക്കർ തുടങ്ങിയ പ്രമുഖരുമുണ്ടാകും. രാഷ്ട്രപതി ഇരിക്കുന്ന ഈ പ്രധാന വേദിക്ക് മുന്നിലായി ഇവിടെ നാവികസേനയുടെ പതാക ഉയരും. ഇവിടെ സീ കേഡറ്റുകളും റൈഫിൾമെനും ഉണ്ടാകും. കലാപരിപാടികൾ നടക്കുന്നതും ഈ പ്ലാറ്റ്ഫോമിലാണ്. ശംഖുമുഖം തീരത്ത് 4 പ്രധാനപ്പെട്ട പന്തലുകൾ ഒരുക്കിയിട്ടുണ്ട്. രാഷ്ട്രപതി ഇരിക്കുന്ന ഈ വേദിയോട് തൊട്ട് ചേർന്ന് മറ്റൊരു വേദിയുണ്ട്. പ്രോട്ടോകോൾ പ്രകാരമുള്ള ഉദ്യോഗസ്ഥരും അതുപോലുള്ള ക്ഷണിക്കപ്പെട്ടവരുമെല്ലാം ഇരിക്കുന്നത് ഈ വേദിയിലാണ്. 2000 പേർക്ക് ഇരിക്കാവുന്ന, ക്ഷണിക്കപ്പെട്ടിട്ടുള്ള അതിഥികൾക്ക് ഇരിക്കാവുന്ന പന്തലാണിത്. ഉദ്യോഗസ്ഥർ അങ്ങനെയുള്ള ക്ഷണിക്കപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഇരിക്കാനും നാവികസേനയുടെ അഭ്യാസം കാണാനുമെല്ലാമുള്ള അവസരമുള്ളത്. തീരത്ത് വലിയ പ്ലാറ്റ്ഫോം ഒരുക്കിയാണ് വേദികൾ സജ്ജമാക്കിയിരിക്കുന്നത്. ഈ പന്തലുകൾ 8000 പേർക്ക് നാവികസേന അഭ്യാസം കാണുന്നതിന് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നതാണ്. ഇതിനു പുറമെ തിരുവനന്തപുരത്തിൻ്റെ പല തീരഭാഗത്തു നിന്നാലും നാവികസേന അഭ്യാസം കാണാൻ സാധിക്കും. From the vast blue rises a force that defends, protects and inspires. ചൈനയ്ക്ക് സൈനിക താല്പര്യമുള്ള മാലിദ്വീപിനും ശ്രീലങ്കയ്ക്കും അടുത്തുള്ള ഭൂപ്രദേശമാണ് കേരള തീരം. അതുകൊണ്ട് തന്നെ നാവികസേനയ്ക്കും ഇന്ത്യ സർക്കാരിനും കൃത്യമായ സൈനിക താല്പര്യങ്ങളും ഇത്തരം അഭ്യാസ പ്രകടനങ്ങളിലൂടെയുണ്ട്. ക്യാമറമാൻ രതീഷ് വെൺപകലിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.